ഹലോ അപ്പം വന്നിരിക്കുന്ന കുറച്ച് പുത്തൻ സിനിമാ വിശേഷങ്ങളായിട്ടാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനലിന് അടുത്ത സിനിമാ വിശേഷങ്ങളിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇപ്രാവശ്യം നമ്മുടെ ഗോകുലം സിനിമാസ് തന്നെയാണ് കേരളത്തിലെ ദ ഗൂട്ട് എന്ന സിനിമ തിയേറ്റർ റിലീസിന് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് പറഞ്ഞതാണ്, എന്നാൽ ഇപ്പോൾ കൺഫർമേഷനായിട്ട് ദ ഗോട്ട് എന്ന ടീം തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കൂലി സിനിമേൻ്റെ ഷൂട്ട് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ഹൈദരാബാദിലാണ് സിനിമേൻ്റെ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ സിനിമയും കൂടിയാണ്. നമ്മുടെ രജനീകാന്ത്, അതുപോലെ തന്നെ ശ്രുതി ഹസൻ എന്നിവരൊക്കെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ സിനിമയുടെ ടീം ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ഷെഡ്യൂളൊക്കെ ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രത്യേക വേഷത്തിനായിട്ട് നമ്മുടെ റെബേക്ക മോണിക് ജോണും ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ പോവുകയാണ്. നമ്മുടെ രജനീകാന്തിൻ്റെ കൂടെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന സീൻസിലൊക്കെ ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു LCU സിനിമ അല്ല എന്ന് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോഴേ പറഞ്ഞൊരു അപ്ഡേറ്റ് തന്നെയാണ്, എന്നാൽ ഇപ്പോഴും കുറച്ചും കൂടി ഒരു വ്യക്തത ലഭിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ഓൺ ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ സ്റ്റോറി വരുന്നത് കേൾക്കാൻ സാധിക്കും. നമ്മുടെ രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമ LC ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അങ്ങനെ ദിലീപ് ഏട്ടൻ്റെ ഒരു സൈക്കോസിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ബാ 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 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ്സ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ടീം എന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു പോസ്റ്ററിൽ. അങ്ങനെ ലിയോ സിനിമയിലെ ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞ പ്രേക്ഷകർ മനസ്സ് ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് സാൻഡി മാസ്റ്റർ. അങ്ങനെ ഇദ്ദേഹം ഒരു മോളിവുഡ് സിനിമയിൽ ഇൻട്രോ ചെയ്യാൻ പോവുകയാണ് ബാബാവ എന്ന് പറഞ്ഞ സിനിമ. ബാബാവ എന്ന് പറഞ്ഞ സിനിമ സത്യം പറഞ്ഞ ഒരു സൈക്കോസിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. ഇയാൾ പറ്റിയ ഒരാൾ തന്നെയാണ്. എന്തായാലും സിനിമ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയസൂര്യൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ സാൻഡി മാസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കിഡ്ലൻ പോസ്റ്ററിൽ ഇപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. കത്തനാർ എന്ന സിനിമയിലും സാൻഡി അങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂട്ട് തന്നെയായിരിക്കും ഇതിപ്പോൾ ഈ വരുന്ന ബാബ എന്ന് പറഞ്ഞ സിനിമയിലും കത്തനാർ എന്ന സിനിമയിലും. രണ്ടും അടിപൊളി ബിഗ് ബഡ്ജറ്റ് സിനിമാസ് തന്നെ ആയിരിക്കണം. അങ്ങനെ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ വൈശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഫൂട്ടേജ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റ് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസ് വരുന്നത് ഈ വർഷം. എന്തായാലും സിനിമേൻ്റെ പുതിയൊരു പോസ്റ്റർ ടീം പുറത്തിറക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല സിനിമയുടെ സ്റ്റോറി എന്തോ ഫൂട്ടേജിനെ ബേസ് ചെയ്തിട്ടാണെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കുബേറ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ രശ്മിക മന്ദാനയുടെ ആ ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. ഒരു പൈസേനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് രശ്മിക മന്ദാനൻ്റെ ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ധനുഷ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്ന. നായികയായിട്ട് രശ്മിക മന്ദാന, DSP ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഷൂട്ട് ഇപ്പോൾ കറൻലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സിനിമ അപ്ഡേറ്റ്സ് ആണ് ലേറ്റസ്റ്റ് ആയി ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ വിശേഷങ്ങളുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു OTT അപ്ഡേറ്റ് ഉണ്ട്. മാന്താഗിരി എന്ന് പറഞ്ഞ സിനിമ മനോരമ മാക്സിൽ ജൂലൈ മാസം 12-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. മലയാള പതിപ്പിൽ മാത്രമായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ലേറ്റസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.